ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ദൈവത്തെ എത്രോളം സ്തുതിക്കണം. ഈ ആണ്ടിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ എത്രയോ പേരാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എത്രയോ പേര് ഓരോരോ പ്രയാസങ്ങളിൽ ആയിത്തീർന്നു. എന്നാൽ കർത്താവ് നമ്മെ പരിപാലിച്ചു. അവൻ്റെ ദയയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവിൻ്റെ കരുണ, നാം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷേ തിരുവചനം പറയുന്നു, നാം ഒന്നിച്ച് യഹോവയുടെ നാമത്തെ ഉയർത്തുക. നാം ഒന്നിച്ചൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിന്മേലൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്. കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ അനുഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. ചിലർ ഇതൊരു സംഭവമായിട്ടൊന്നും ചിന്തിക്കാതെ ആയിരിക്കുന്ന ആളുകളുണ്ട്. ഒരു യാന്ത്രികമായി പോകുന്ന അനുഭവമുണ്ട്. കൂട്ടായ്മയെ അതിന് വേണ്ടത്ര വില കൊടുക്കാത്തവരുണ്ട്. ഇതിലൊന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ ഏതിലാ കാര്യമുള്ളത്? ഇതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല, കഴമ്പില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ എന്തിനാ കഴമ്പുള്ളത്? ഏത് കാര്യത്തിനാ ഇതുള്ളത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തിനാ സന്തോഷമുള്ളത്? നമ്മളെ ആളുകളായിരിക്കും ടൂറ് പോയാൽ ഭയങ്കര സന്തോഷമാണ്. ഈ ടൂറ് പോയാൽ വൈകിട്ട് വന്നു കഴിഞ്ഞിട്ട് ചൂടുവെള്ളം എന്നത് കുളിക്കേണ്ടി വരും. കാരണം വാഗമണ്ണിന്റെ മല കയറിയും മൂന്നാറിന്റെ മല കയറിയും ഒക്കെ ഇറങ്ങി വന്ന അത് കുറച്ചു നേരത്തെ നമുക്കൊരു സന്തോഷമാണ്. ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് പോകും. ഈ ലോകത്തിലുള്ള ഒന്നിനും നമുക്ക് സന്തോഷം തരാൻ കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള ഒന്നിനും എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാത്രമാണ് സന്തോഷം. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞു, നിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് യാഗപീഠത്തിന്റെ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആ ആലയത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ആ ബന്ധം, ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം. നമ്മൾ ഈ നാളുകളിൽ നമ്മളെ തന്നെ ദൈവത്തോടൊന്നുകൂടെ അടുക്കണം കേട്ടോ. ഈ ലോകത്തിന്റെ കാര്യം നമ്മൾക്ക് ചിന്തിക്കണം. നമ്മൾ ആവശ്യം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ചിന്ത കൊണ്ടല്ല, ദൈവ കാര്യങ്ങൾ അങ്ങ് ക്രമീകരിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ ചിന്തകളല്ല. ചില ആളുകൾ മാർക്കിന് വേണ്ടി കിടന്ന് ഇത് ചെയ്യുന്നുണ്ട്. മാർക്ക് വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാർക്കല്ല ഒരു മനുഷ്യന്റെ ഭാവി നിയന്ത്രിക്കുന്നത്. ദൈവമായ കർത്താവ്, സ്തോത്രം, നിങ്ങൾ വേറൊരു രീതി ചിന്തിക്കരുത് കേട്ടോ. ദൈവമായ കർത്താവ്, ഹല്ലേലൂയ, ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ കൂടെ പഠിച്ചൊരു സഹോദരനുണ്ട്, പേരൊന്നും പറയുന്നില്ല. വളരെ കഴിവുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ചടി പോലാണ് എഴുത്ത്. എനിക്കന്ന് ബോർഡിൽ എഴുതുന്നൊന്നും കാണത്തില്ലായിരുന്നു. എനിക്കന്ന് ഷോർട്ട് സൈറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് മനസ്സിലാകുന്ന ബോർഡിൽ എഴുതുന്നത് കാണത്തില്ലായിരുന്നു. ആരാശുപത്രി കൊണ്ടുപോകാനാ? അപ്പോ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്, ഇവൻ എൻ്റെ അടുക്കലായിരിക്കുന്നത്, അവന്റെ ആ ഇത് നോക്കി എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ട് അവരൊന്നും അന്നത്തെ ആ ലെവലിൽ പോകേണ്ടിടത്തൊന്നും ചെന്നിട്ടില്ല. എന്നാൽ ഒന്നുമില്ലാത്ത ആളുകള് പോലും ഉന്നതമായ നിലവാരത്തിലേക്ക് പോയി. കാരണം യഹോവയായ ദൈവമാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. എല്ലാവരും അറിയണം, യഹോവയായ കർത്താവാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. അല്ലാതെ മനുഷ്യരുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആ ഉദ്ദേശം സാധിക്കും. എൻ്റെ കൂട്ടുപ്രവർത്തകനായിരുന്ന എൽദോസ് കുഴിക്കാട്ടില്, അവന് ഇവിടെ 10 വർഷം എന്നോടൊപ്പം ചേർന്ന് 10 വർഷം എന്നോടൊപ്പം ചേർന്ന് നിന്നു ശുശ്രൂഷ ലൈനില്. പക്ഷെ ആദ്യം അവൻ വന്ന സ്ഥലത്ത് അവനോടൊരു മീറ്റിംഗ് പ്രവചനം പറഞ്ഞായിരുന്നു, നീ തണുപ്പുള്ള സ്ഥലത്ത് പോകും, അവിടെ സെറ്റിലാവുമെന്ന്. അന്നങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നലെ വൈകിട്ടും ഞങ്ങൾ ആ കാര്യം പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവമാണ് ഓരോരുത്തരുടെ ഭാവി തീരുമാനിക്കണം എന്നത്. അവരെവിടെയായിരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ ഒരു നിശ്ചയമുണ്ട്. ആ നിശ്ചയം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ആ നിശ്ചയം അനുസരിച്ച് കാര്യങ്ങൾ ദൈവമായ കർത്താവ് ക്രമീകരിക്കുകയും ചെയ്യും.
ദൈവമായ കർത്താവ് ക്രമീകരിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഒരു ജോലി നഷ്ടമായി കഴിഞ്ഞാൽ അതിനകത്ത് ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഒരു ലൈനിലേക്ക് വരാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പാതയിലേക്കൊന്ന് കൊണ്ടുവരണ്ടേ? യോസഫിനെ ദൈവത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവന് പൊട്ടക്കുഴിയുടെ അനുഭവമുണ്ട്. യോസഫിനെ ആ കർത്താവ് ഉദ്ദേശിക്കുന്ന അളവിലേക്ക് വരണമെങ്കിൽ മരുഭൂമിയുടെ അവസ്ഥയുണ്ട്. യോസഫിനെ ആ ലൈനിലേക്ക് എത്തിക്കണമെങ്കിൽ പൊത്തിഫേറിന്റെ ഭവനത്തിലെ അനുഭവമുണ്ട്. യോസഫിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കണമെങ്കിൽ കാരാഗ്രഹത്തിന്റെ അനുഭവമുണ്ട്. അവിടെ നിന്നാണ് അവനൊരു വിടുതൽ ഉണ്ടായത്. അപ്പൊ ദൈവം ഇതിലാണ് എന്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ സ്തോത്രം, ദൈവം ചില വഴിയിൽ കൂടെ ഒക്കെ നടത്തും. ദൈവം ചില വഴിയിൽ കൂടെ ചില പാനപാത്രമൊക്കെ നമ്മെ കുടിപ്പിക്കാൻ ഏൽപ്പിക്കും. ദൈവത്തിന്റെ വഴിയിലേക്ക് വരാൻ വേണ്ടി ദൈവം ചിലത് ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 ഭാഗമാണ്. കാരണം അത് നമുക്ക് താലന്തുകളുടെ ഉപമ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് പരിചിതമായ ഒരു കാര്യമാണത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും വിവേചിച്ച് സംസാരിക്കേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ വിവേചിക്കണം. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് സംസാരിച്ചാലേ പറ്റത്തുള്ളൂ. ദൈവം ഓരോരുത്തർക്ക് ഓരോ കൃപ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥിപ്പാൻ കൃപ കൊടുത്തവർ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് അവരെ എഴുന്നേൽപ്പിക്കും, അവരെ പ്രാർത്ഥിക്കും, ആ സമയത്ത് പ്രാർത്ഥിക്കും. ചിലർക്ക് വചനം പറയാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് സാന്ത്വനം നൽകുവാൻ, സമാധാനം നൽകുവാൻ, ആശ്വാസം നൽകുവാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഓരോരോ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. വായിക്കാം മോളെ. ഒരുവന് 5 താലന്ത്. 14 മുതൽ വായിച്ചു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത്. ഒരുത്തൻ പരദേശത്ത് പോയപ്പോൾ സ്തോത്രം തന്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിച്ചു. തന്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ വ്യാപാരം ചെയ്യാനാണ് സമ്പത്ത് ഏൽപ്പിച്ചത്. അത് വർദ്ധിപ്പിക്കുവാനാണ് ഏൽപ്പിച്ചത്, വ്യാപാരം ചെയ്യുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. അത് വർദ്ധിപ്പിക്കാനാണ് ഏൽപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഒരു പദം പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രാപ്തി പോലെ. ഈ 2 കൊടുത്തവന് അല്ലെങ്കിൽ 5 കൊടുത്തവന് 10 കൊടുക്കത്തില്ല. കാരണം 10 കൊടുക്കാൻ അവന്റെ പ്രാപ്തി അനുസരിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പരിശോധന അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ പരിശോധന അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാപ്തി ഉള്ളത് കൊണ്ട് ആ പരിശോധന കൂടെ അവർ പോകുന്നത്. അത് മനസ്സിലാക്കണം. പ്രാപ്തി ഇല്ലാത്തവന്റെ പരിശോധന ഏൽപ്പിച്ചാൽ അവൻ തകർന്ന് തരിപ്പണമായി പോകും. പ്രാപ്തി ഉള്ളതനുസരിച്ച് ഓരോരുത്തരുടെ നമ്മൾ ശോധന കൂടെ ഒക്കെ പോകുന്നവരാ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരുടെ പ്രാപ്തി പോലെ. നമ്മുടെ പ്രാപ്തിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മുടെ കഴിവിന് വ്യത്യാസമുണ്ട്. നമ്മുടെ ചിലർക്ക് സംഘടനാപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാപ്തി പോലെ. സ്തോത്രം. പ്രാപ്തി പോലെ കൊടുത്തത്. അപ്പൊ നമ്മുടെ പ്രാപ്തി അനുസരിച്ച് ആ ദൈവം നമുക്ക് ഓരോന്ന് തരുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ് സ്തോത്രം, പ്രാപ്തി പോലെ കൊടുത്തു എന്ന്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇതെന്താവും ഈ ഉപമ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂരദേശത്തേക്ക് പോയിരിക്കുക. അവൻ പോയിരിക്കുക, പോയ പോലെ തന്നെ അവൻ മടങ്ങി വരും. അപ്പൊ അവൻ ആദ്യത്തെ വരവും 2ാമത്തെ വരവിനും ഇടയിലുള്ള ആ ഗ്യാപ്പില് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുടെ വ്യാപാരത്തെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവചന അതാത് സമയത്ത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാപ്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് ഓരോരുത്തർ ഒന്നും ഏൽപ്പിക്കാതെ ഒരുത്തനെ ആക്കിയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് സ്തോത്രം ചെയ്യണേ. ഒന്നും ഏൽപ്പിക്കാതെ ഒരുത്തരെയും ഇവിടെ ആക്കിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ താലന്തുകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കറിയാം, എനിക്ക് ചില താലന്ത് ദൈവം തന്നിട്ടുണ്ടെന്ന്. ഓരോരുത്തർക്കും മനസ്സിലാകുന്നില്ല നിങ്ങളുടെ താലന്ത്. ആ താലന്ത് എന്താണെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് വിവേചിക്കണം. ദൈവം തന്നിരിക്കുന്ന താലന്ത് ഒന്ന് സ്തോത്രം ചെയ്താൽ അത് മനസ്സിലാക്കാൻ വെറുതെ കേട്ടാ പോരാ. ദൈവം ഓരോ വ്യക്തികൾക്കും ചില താലന്ത് കൊടുത്തിട്ടുണ്ട്.
അവരവർക്കുള്ള താലന്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്ന് പകലിൽ അവരവരുടെ താലന്ത് എന്താണെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. നമ്മുടെ മനസ്സിനോട് സംസാരിക്കുമ്പോൾ അത് ഇന്ന താലന്ത് നമ്മൾ തന്നെ ഒന്ന് ആത്മാവിൽ പറഞ്ഞേ, നമ്മുടെ ആത്മാവില് നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ചേ. ദൈവം എനിക്ക് തന്നിരിക്കുന്ന താലന്ത് എത്രയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ച്. സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന താലന്ത്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഒരു പ്രാപ്തി അനുസരിച്ച് താലന്ത് തന്നിട്ടുണ്ട്. സ്തോത്രം. 5 ലഭിച്ചവൻ 5 കൂടെ എന്ത് ചെയ്തു? സമ്പാദിച്ചു. 5 ലഭിച്ചവൻ 5 കൂടെ സമ്പാദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റെഫൻ അടങ്ങിയിരുന്നോ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 5 ലഭിച്ചവൻ 5 കൂടെ നേടി. 5 ലഭിച്ചവൻ 5 കൂടെ നേടി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. 5 ലഭിച്ചവൻ എന്ത് ചെയ്തു? ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു. വേറെ 5 താലന്ത് സമ്പാദിച്ചു. ഉടനെ വ്യാപാരം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ ഈ മടിയന്മാരെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ. സ്തോത്രം. സദൃശവാക്യത്തിൽ എന്താ പറയുന്നത്? മടിയൻ ശീതം നിമിത്തം ഉടാതിരിക്കുന്നു, എന്നിട്ട് അവൻ കൈ തളുകയിൽ എന്ത് ചെയ്യുന്നു? പൂത്തുന്നു. ഒന്നും എന്ത് ചെയ്യത്തില്ല, ലഭിക്കുകയല്ല. ഈ ഉഴുതുകൊണ്ട് നടക്കുന്നവനെ കാണുമ്പോ മടിയൻ എന്തോ പറയും? വിവരമില്ലാത്തവൻ, കിടന്ന് നല്ല തണുപ്പ്, ഉറങ്ങാൻ നല്ല ഉള്ളപ്പോ ഇവൻ ഉഴുതുകൊണ്ട് നടക്കുക എന്ന് പറയും. പക്ഷേ കൊയ്ത്തുകാലത്ത് ബുധനം ഇങ്ങനെ പറയുന്നത്, കൊയ്ത്തുകാലത്ത് അവൻ എന്ത് ചെയ്യും? ഇരക്കുമെന്നാ. സ്തോത്രം. ഹല്ലേലൂയ. കൊയ്ത്തുകാലത്ത് ഇരക്കും. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാമോ? വെറും മരുഭൂമിയായിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന സ്ഥലം. അവരുടെ അധ്വാനം കൊണ്ടാണ് അവരാ മരുഭൂമിയെ എന്ത് ചെയ്തു? മലർവാടിയാക്കിയെന്നാ പറഞ്ഞേ. അവര് ആ വന്ന കാലം മുതൽ അവർ അത്യധ്വാനം ചെയ്തു. അവരാരും വൈറ്റ് കോളർ ആളുകളല്ല. എല്ലാ ജോലിയും എല്ലാവരും ചെയ്യും. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എല്ലാ ജോലിയും എല്ലാവരും ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ആ ജോലിയിൽ ഇങ്ങനെ ഓരോ കോംപ്ലക്സ് ഉള്ളത്. ജോലിയിലുള്ള കോംപ്ലക്സ് ഓരോരുത്തർക്കും ഓരോ കോംപ്ലക്സാ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് മാക്ഡൊണാൾഡ്സിൽ ഇരുന്ന് ബർഗർ വിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മാക്ഡൊണാൾഡ്സിൽ അദ്ദേഹം ചെന്നിട്ട് അവരുടെ ആ ഏപ്രൺ, ആ ഗൗണൊക്കെ മേടിച്ചു. അദ്ദേഹം ഡ്രൈവ് ത്രൂ ഉണ്ട് അവിടെ. വരുന്ന ആളുകൾക്കെല്ലാം പോകുന്ന വഴിയിൽ തന്നെ മേടിക്കാം. അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ മതി, ഡ്രൈവ് ത്രൂ വരുമ്പോൾ മേടിക്കാം. അദ്ദേഹമാണ് അവിടെ കൊടുത്തത്. എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, മാക്ഡൊണാൾഡ്സിലും അതുപോലെയുള്ളിടത്താണ് സാധാരണ ആളുകൾ കയറുന്നത്. അന്ന് മണിക്കൂറിന് $10-15 അതിന് കിട്ടും മണിക്കൂറിന്. അപ്പൊ ആ ജോലി താഴ്ന്നതല്ല എന്നൊന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ആ കാര്യം ചെയ്തത്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന താലന്ത് ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, ദൈവം എനിക്ക് എന്ത് താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്? ഞാനത് വ്യാപാരം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ച താലന്ത് ഞാൻ വ്യാപാരം ചെയ്യുന്നുണ്ടെന്ന്. ഓരോരുത്തർക്കും, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്ന താലന്ത്, ദൈവം തന്ന നന്മ, ദൈവം തന്ന വാഹനം, ദൈവം തന്ന സൗശിഷ്ടം, ദൈവം തന്ന കഴിവ്, ഇതെല്ലാം ഞാൻ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് കാണണം. ദൈവം എന്തെല്ലാം കാര്യമാണ്. നമ്മുടെ ആയുസ് ചെറിയൊരു കാര്യമാണോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് ചെറിയ കാര്യമല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവം തന്നൊരു ദാനമാ. ദൈവം നമുക്ക് തന്ന സമ്പത്ത്, സ്തോത്രം, അത് ദൈവത്തിന് തന്നൊരു താലന്ത. ദൈവം തന്ന സമ്പത്ത്, ദൈവം തന്നൊരു താലന്ത. അതിന് നമ്മൾ ദൈവത്തോട് ഒരു ദിവസം കണക്ക് പറയണം. വ്യാപാരം ചെയ്ത കാര്യം കണക്ക് പറയണം. പാടാൻ കഴിവ് തന്നത്, അത് ദൈവം തന്നൊരു താലന്ത. സ്തോത്രം. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ തരുന്നത് ദൈവം തരുന്നൊരു താലന്ത. സ്തോത്രം. നമ്മള് ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ആകുമ്പോ ചില താളങ്ങളൊക്കെ തെറ്റുകയൊക്കെ ചെയ്യും. നമ്മളത് ഉപയോഗിക്കാതിരുന്നാൽ എന്താ ചെയ്യുന്നത്? എനിക്കാരെയും മനുഷ്യരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. മൈക്കിൽ കൂടി ഒരു വാക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. സ്തോത്രം. പക്ഷേ സ്തോത്രം, ആ ദൈവം അത് അത്രയും കൊണ്ടുവന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പാടാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, പറയാനുള്ള കഴിവ്, ഈ കഴിവുകളെല്ലാം നമ്മൾ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം.
ഇല്ല എങ്കിൽ ഈ കോളേജില് ICPF എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, ഇന്റർ കോളേജ് പ്രയർ ഫെലോഷിപ്പ്. അവിടെ നമ്മുടെ ചെറുപ്പക്കാരികളും പിള്ളേര് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനകത്തും ആ കെയർ ഓഫിൽ ഉഴപ്പുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ അവരുടെ കോളേജിൽ, അവരുടെ സ്കൂളിൽ അവർ കർത്താവിനെ ഉയർത്തുന്ന അനുഭവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ വ്യാപാരം എങ്ങനെ ആയിരിക്കുന്നു എന്നത് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിവേചിക്കുമ്പോൾ നമ്മുടെ വ്യാപാരം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപാടിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. സ്തോത്രം. താഴോട്ട് വായിച്ച മോളെ. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. സ്തോത്രം. കാരണം അവന്റെ പ്രാപ്തി 2 താലന്തിനുള്ളതേ ഉള്ളൂ. അവൻ പോയി 2 താലന്തോടെ നേടി. സ്തോത്രം. അടുത്തത് 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ച്. 1 കിട്ടിയവൻ പോയി നിലത്തൊരു കുഴി കുഴിച്ചു. അവന്റെ ഇപ്പൊ ബദ്ധപ്പാട് എന്താണെന്നറിയാമോ? ഈ താലന്ത് ലഭിച്ചപ്പം, സ്തോത്രം, ഹല്ലേലൂയ, കുഴി കുഴിക്കുവാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇത് മറയ്ക്കാൻ. ഞാൻ ചില കാര്യങ്ങൾ കണ്ടിട്ടുള്ളവനാ. സ്തോത്രം. എന്റെ അപ്പാപ്പൻ ഈ സ്ഥലമൊക്കെ മേടിച്ച പുള്ളിയാ. ഇത് സ്ഥലം മേടിക്കുന്നതിന് മുമ്പ് തിരുവല്ലായി കുറെ സ്ഥലം മേടിച്ചു, കബീർ പുഞ്ചയല്ലേ. അവിടെ മേടിക്കാൻ പൈസ കൊണ്ടുവന്നപ്പോ പുള്ളിയൊരു ഗവൺമെന്റ് എഞ്ചിനീയർ ആയിരുന്നു. ഇച്ചിരി അതും ഇതുമൊക്കെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്താതെ കാശുണ്ടാകുകയല്ലോ. അപ്പൊ ഈ കാശ് കൊണ്ട് അലമാരി വെച്ചു. അവസാനം പേടിയായി. അപ്പോ അതിനകത്ത് പുള്ളി അങ്ങ് പോയി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുറ്റപ്പുഴയിൽ ഒരു പണിക്കനെ വിളിച്ചോണ്ട് വന്ന ആ ഇരുമ്പലമാരി കുത്തി തുറന്നത്. എന്നിട്ട് ആ പൈസ എൻ്റെ അപ്പന്റെ ചേട്ടനും അപ്പനും കൂടെ കൂടി ഓരോ ദിവസവും ഓരോരുത്തടുത്ത് മാറ്റി മാറ്റി കുഴിച്ചിടുമായിരുന്നു. ഈ വസ്തു ആധാരം മേടിക്കുന്നവര് ചാണകക്കുഴിക്കകത്ത് തന്നെ കുഴിച്ചിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. തൊഴുത്തിനകത്ത് ചാണകക്കുഴിക്കകത്ത് കുഴിച്ചിട്ട്, കാരണം ദ്രവ്യം കുഴിച്ചിട്ടിരിക്കുക. സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കുഴിച്ചിടുവോ എന്നുള്ള സംശയം തോന്നിയുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എത്രയോ ആളുകൾ കുഴിച്ചിട്ടേക്കുന്നു. ഈ നിധി കിട്ടുന്ന ആളുകള്, ഈ നിധി എന്തുവാ? പുരാണ സമയങ്ങളിൽ ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ഈ 1 കിട്ടിയവന്റെ പണി എന്താന്ന് ചോദിച്ചാൽ ഇത് മറയ്ക്കാനുള്ള കുഴി എടുക്കുകയാണ് അവന്റെ പണി. സ്തോത്രം. അവൻ കുഴി എടുത്ത് അതിനകത്ത് മൂടി. അടുത്ത വായിച്ചേ, വേഗം വായിച്ചേ. വളരെ കാലം കഴിഞ്ഞ ശേഷം 1 വർഷമോ 2 വർഷമോ അല്ല, കർത്താവ് പറഞ്ഞു വളരെ കാലം കഴിഞ്ഞതിന് ശേഷം. യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞൊരു കാര്യം, വളരെ കാലം കഴിഞ്ഞതിന് ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുമായി കർത്താവ് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളുമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നോട് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഓരോരുത്തരും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളോട് ഈ ഉപമ കർത്താവ് എന്തിനാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഈ ആണ്ടിന്റെ അവസാനത്തിൽ ഓർപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളോട് കണക്ക് തീർക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് കണക്ക് തീർക്കുന്ന ഒരു ദിവസം. ആത്മീയ ലോകത്തിലെ ആളുകളെ മുമ്പോട്ട് വിടാതെ പിന്തിരിപ്പിക്കുന്നവരുണ്ട്. മുമ്പോട്ട് ഒരു കാരണവശാലും വിടത്തില്ല. ആത്മീയമായി വർദ്ധിച്ചു വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പിന്തിരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയമാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആണ്ടിന്റെ അവസാനമാകുമ്പോൾ അവിടെ ക്രൂസൈഡ് ഉണ്ട്, ഇവിടെ ഇതുണ്ടെന്നും പറഞ്ഞ് ഓടേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ആവശ്യത്തിനുള്ള മീറ്റിങ്ങുകളുണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങളുണ്ട്. ഇതിലെ എങ്ങും ഓടരുത്. 90% വ്യാജവും തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ്. നമുക്കറിയാവുന്ന കാര്യമാ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്തോരും നാണം കേടാന്നറിയാമോ? ദൈവമക്കളെ അപമാനിക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അവര് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നത് കൊണ്ട്. സ്തോത്രം. യഥാർത്ഥമായി ജീവിക്കുന്നവർക്ക് നാണം കേടാ. യഥാർത്ഥമായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്തോരം കാര്യങ്ങളാ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ നമ്മുടെ ഒരു ദൈവദാസൻ നോട്ടെണ്ണുന്ന മെഷീനെ കുറിച്ച്, അദ്ദേഹത്തിന് ഇപ്പൊ 5 നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം 2.5 ലക്ഷം രൂപയുടെ മുടക്കി ഈ ചുരുണ്ട നോട്ടാണേലും അത് എന്ത് ചെയ്യും? അതും എണ്ണും. അതപ്പോ ചുരുണ്ട നോട്ട് നിവൃത്തി എണ്ണി കെട്ടായിട്ട് എന്ത് ചെയ്യും? അത് ഏൽപ്പിക്കും. ഞാൻ പ്രിയമുള്ളവരെ, ഈ കെട്ടായി കിട്ടുന്നതിനും ദൈവത്തോട് കണക്ക് പറയണ്ടേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, വഞ്ചനയും ചതിവുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില കൺവെൻഷനുകളിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ സ്വോത്ര കാഴ്ചയുടെ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് പറച്ചില്ല. അതിനെക്കുറിച്ച് പറയുക, എടുത്ത് കൈ പിടിക്കാൻ പറയും. കയ്യിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നോട്ട് എടുത്ത് കൈ പിടിക്കാൻ പറയും. ഈ പുള്ളി 10 ഇടുന്നത്,
എന്നിട്ട് ആ പുള്ളി പറയും പോക്കറ്റിൽ ഇരിക്കുന്നത് ഏറ്റവും വലിയത്, പ്രാർത്ഥിക്കാൻ പോവുക. എന്തു കാര്യ ഇത് കാണുന്ന അവിശ്വാസി എന്താ പറയും? ഇത് തട്ടിപ്പാന്നും ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഇടപാടാണെന്നും പരസ്യമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ ഒന്നിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. സ്തോത്രം. കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാല് സ്തോത്രം, ഹല്ലേലൂയ. ചിലര് ഈ മിക്സഡ് കൂട്ടായ്മകളുണ്ട്. അവരോട് പറയുന്നത് നിങ്ങളുടെ കയ്യിലെ വള ഊരിയിട്, നിങ്ങളുടെ മാല ഊരിയിട്, നിങ്ങളുടെ ഇതിട്. അപ്പൊ വരുന്ന ആളുകൾക്കൊന്ന് ചോദിച്ചാലുണ്ട്, നിനക്ക് എന്തിനാ ഇതെന്ന് ചോദിച്ചാലോ? സ്തോത്രം. കർത്താവിന് ആരുടെയും പണം വേണ്ട. കർത്താവിന് ഏത് കാര്യം നടത്താനും കർത്താവ് വിശ്വസ്തനാ. കർത്താവ് അത് നടത്തിക്കോളും. നമ്മളിങ്ങനെ തെണ്ടിത്തിരിയേണ്ട യാതൊരു കാര്യവുമില്ല. കർത്താവിന്റെ കാര്യമാണോ കർത്താവ് നടത്തും. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ നമ്മുടെ കൺവെൻഷനൊക്കെ വരുമ്പോ നമ്മൾ അനൗൺസ് ചെയ്യും, ഇതിന് ആളുകളുടെ അറിവിലേക്ക് തരാൻ മനസ്സുള്ളവും കൊടുക്കും. സ്തോത്രം. കൊടുക്കാൻ മനസ്സുള്ളവും മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ. എത്ര ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും കൊടുക്കാൻ മനസ്സുള്ളവും കൊടുക്കും. സ്തോത്രം. ഇല്ലാത്തവൻ കൊടുക്കത്തില്ല. അതങ്ങനെ അതിന്റെ രീതി, അങ്ങനെ പോകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം, നമ്മളുമായിട്ട് എന്ത് ചെയ്യും? ഏറിയ കാലം കഴിഞ്ഞതിന് ശേഷം കണക്ക് തീർക്കുന്ന ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം എന്ത് ചെയ്യും? ബലപ്പെട്ടിരിക്കുമോ? സ്തോത്രം. എന്ത് ചതിവ് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് വക്രത ചെയ്തിട്ടുണ്ടെങ്കിലും, എന്ത് ഉടായ്പ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ദൈവം തമ്പുരാൻ കണക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വസ്തരല്ലാത്ത, കുടുംബജീവിതത്തിൽ വിശ്വസ്തരല്ലാത്തവരെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ ഒരു ന്യായവിധി നിശ്ചയമായിട്ടുമുണ്ട്. അതിനകത്തുനിന്നൊന്നും രക്ഷപ്പെടാൻ മനുഷ്യനെ ചിലപ്പോൾ പറ്റിക്കാം, പല കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാം. പക്ഷേ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല കേട്ടോ. നീയുമായിട്ടാ കാര്യം തീർക്കുന്നത്. സ്തോത്രം. ഒറ്റയ്ക്കാ കാര്യം തീർക്കുന്നത്, അല്ലാതെ വീട്ടുകാരെയും പഞ്ചായത്തുകാരെയും എല്ലാം വിളിച്ചോണ്ടല്ല. ഭാര്യയെ തനിയെ നിർത്തും, ഭർത്താവിനെ പരിയെ നിർത്തും, കുഞ്ഞുങ്ങളെ നിർത്തും. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഭയത്തോടെ ആയിരിക്കണം, വിശുദ്ധിയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഒരു ചെറുക്കനും പെണ്ണും അവിടെ തൊടുപുഴ അപ്പുറം ഒരു സ്ഥലത്ത് വെള്ളത്തിൽ പോയി ചത്തിട്ടുണ്ട്. ഒരുത്തൻ 3rd ഇയറിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൊച്ച്, ഒരുത്തൻ 1st ഇയർ പഠിക്കുന്ന കൊച്ച്. രാവിലെ കോളേജിൽ പോയതാ. ഇതുങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി വെള്ളത്തിൽ ചാടുന്നിടത്ത്. അവരുടെ ബാഗും പുസ്തകമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ വിചാരിച്ച് സ്ഥിരം, ആ നാട്ടുകാർ വിചാരിച്ചത് സ്ഥിരം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാ. അപ്പൊ അവരോർത്തില്ല. വൈകുന്നേരമായി ഇപ്പോഴും അതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ആളുകൾ അന്വേഷിച്ചു. അവസാനം ഫയർഫോഴ്സ് വന്നു. അന്വേഷിച്ചപ്പോ ഈ 3ാം വർഷം ചെറുക്കൻ ഈ വെള്ളത്തില്, 1ാം വർഷം പഠിക്കുന്ന കൊച്ച് 50 മീറ്റർ അങ്ങാണ്ട് മാറി വെള്ളത്തില്. പള്ളിക്കുടുത്തി വിട്ടതല്ലേ, അപ്പനെയും അമ്മയും പറ്റിച്ചു പോയതല്ലേ വെള്ളം കാണാൻ. അമ്മയെ അപ്പനെയും ഒക്കെ പറ്റിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എവിടെ ചതിവുണ്ടെങ്കിലും അവിടെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. എവിടെ കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കൊന്ന കൊച്ച്, ആന തന്നെ ഇട്ടത്, അതും ഇതുപോലെയാ. പാതിരാത്രിക്ക് മറ്റൊരുത്തന്റെ ബൈക്കിൽ പോവാന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലാ പാതിരാത്രിക്ക് ബൈക്കിൽ പോകുന്നത്? വേറൊരു ചെറുക്കന്റെ ബൈക്കിൽ പോയി എന്ത് ന്യായം മാതാപിതാക്കൾ പറഞ്ഞാലും അതിനകത്തൊന്നും ഒരു ന്യായമില്ല. ഒരു ന്യായമില്ലാത്ത കാര്യമാണത്. സ്തോത്രം. എന്നിട്ട് ഇവര് പറയുമ്പോ ദൈവം തവനാൻ കാട്ടാനെ അവിടെ വരുത്തി. കാട്ടാനെ വരുത്തിയിട്ട് അവൻ പന തള്ളിയിട്ടു. ചെറുക്കൻ രക്ഷപ്പെട്ടു, ആശുപത്രിയിൽ. പെണ്ണ് പോയി. എവിടുന്ന ഇതുണ്ടാകുന്നത്? യഹോവയുടെ കാര്യം. ദൈവം കാര്യം അവൻ ഇപ്പൊ തന്നെ തീർത്തുകൊണ്ടിരിക്കുക ഓരോന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോഴും തന്നെ തീർത്തുകൊണ്ടിരിക്കുക. ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, തലമുറയുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധയുണ്ടാകണം. ശ്രദ്ധയില്ല എങ്കിൽ സ്തോത്രം പലതും പരസ്യകോലമാകും. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ദൈവം കാര്യം തീർക്കുന്നവനാ. ഒരു രീതിയിലും എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല കേട്ടോ. ദൈവമക്കള് പ്രത്യേകിച്ച് ഒരു രീതിയിലും എസ്കേപ്പ് ആകുകയല്ല. ദൈവത്തിന്റെ വചനം വിട്ട്, വഴിവിട്ട് നാം നീങ്ങിയാൽ എസ്കേപ്പ് ആകുമെന്ന് ആരും ചിന്തിക്കരുത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല എന്ന് വചനം പറയുക. ഇപ്പോ നമ്മുടെ ആളുകൾക്ക് ക്ലാസ് എടുക്കാനുള്ള അത്രയും അറിവുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണേ. താഴോട്ട് വായിച്ചേ. സ്തോത്രം. ഞാൻ നിന്നോട് അവരോട് കണക്ക് തീർപ്പെന്ന വന്നത്. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന്. നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധി ചെല്ലുമ്പോ ഇങ്ങനെ 5 താലന്ത് ലഭിച്ചവനെ പോലെ നിൽക്കാൻ പറ്റുമോ? സന്തോഷത്തോടെ. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. 5 കൂടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ കൊണ്ടുവന്നു.
ഈ കൃഷിക്കാരുടെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അവർ കൃഷിക്കാര് കൃഷി ചെയ്ത് കഴിയുമ്പോ അത് 60 മേനി എന്നൊക്കെ പറഞ്ഞാൽ 100 മേനിയൊന്നും നമ്മുടെ ഇവിടെ കണ്ടത് കിട്ടത്തില്ല. കുട്ടനാടൻ കണ്ടങ്ങളിലൊക്കെ നല്ല വിളവൊക്കെ കിട്ടാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. അവരുടെ ഒരു സന്തോഷം 30 മേനി, ഒരു 3 വിളവ് കിട്ടിയാൽ തന്നെ എന്തോ ഒരു സന്തോഷമാണ്. ആ കൃഷിക്കാരന്റെ മുഖത്തൊരു സന്തോഷമില്ലേ? 10 പറ നെല്ല് വിതച്ചവന് 300 പറ നെല്ല് കിട്ടിയാൽ തന്നെ സന്തോഷമാണ്. അത് 600 പറ കിട്ടിയാലോ? 100 മേനി എന്ന് പറയുമ്പോ എത്ര? 1000 പറ നെല്ല് അവന് ലഭിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആ ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, കർത്താവ് കാര്യം തീർക്കുമ്പോ സന്തോഷത്തോടെ അവിടെ നിൽക്കാൻ കഴിയുമോ? ഇന്ന് ഞാൻ വീണ്ടും പറയട്ടെ, നമ്മളെ ലഭിച്ചതിനെ ഞങ്ങളൊക്കെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത്, ദൈവം തന്ന സാധ്യതകള് എല്ലാം വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുക നമ്മള്. സ്തോത്രം. അവന് ഈ 5 ലഭിച്ചവൻ എന്ത് ചെയ്തു? സ്തോത്രം, 5 കൂടെ നേടി. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ യജമാനൻ, ഇപ്പൊ ഈ കഥ പറഞ്ഞു വരുമ്പോ നോക്കിക്കേ, നമ്മുടെ കർത്താവിന്റെ അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അവിടെ ഒരു ദൂതുണ്ട്. നിന്നെ അല്പത്തിൽ നീ വിശ്വസ്തനാണെങ്കിലേ അധികത്തിന് നിന്നെ ഏൽപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്പത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ അധികത്തിലുള്ളത് നിന്നെ ഏൽപ്പിക്കും. നീ അല്പത്തിൽ നിന്നെ ഏൽപ്പിച്ചാൽ, സ്തോത്രം, അധികത്തിന് നിന്നെ ഏൽപ്പിക്കത്തില്ല. അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിന് ഏൽപ്പിക്കും. ചിലരെ 100 രൂപ ഏൽപ്പിച്ചാൽ 10 രൂപ കക്കും. 100 രൂപയുടെ കാര്യം ഏൽപ്പിച്ചാൽ മതി, 10 രൂപ കട്ടിരിക്കും. ഇത് സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. പിന്നെ എങ്ങനെയാ അധികത്തിന് ഏൽപ്പിക്കുന്നത്? അധികത്തിന് എങ്ങനെ ഏൽപ്പിക്കുന്നത്? സ്തോത്രം. അതുകൊണ്ട് നമ്മളെ തന്നെ, നീ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ അധികത്തിനുള്ളത് ഏൽപ്പിക്കും. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, നീ എന്ത് ചെയ്യുക? യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ. നമ്മൾ ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമുണ്ട്. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്. പ്രിയമുള്ളവരെ, യജമാനന്റെ സന്തോഷത്തിലേക്ക്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? യജമാനന്റെ സന്തോഷത്തിലേക്ക്. ഇവിടുത്തെ സന്തോഷം ഒന്നും തരത്തില്ല പ്രിയമുള്ളവരെ. ചില ആളുകൾ വിചാരിക്കും നല്ലൊരു വീട് വെച്ചാൽ സന്തോഷമാണ്. സന്തോഷമൊക്കെയാ, പക്ഷെ ഇത് തൂത്തു കൊടുക്കുന്ന ഒരു പെണ്ണുങ്ങൾ നടുവിന് കൈയും കൊടുത്തുകൊണ്ടിരിക്കുക. ചില ആളുകൾ പറഞ്ഞ് ഇത്രയും വേണ്ടായിരുന്നതാ, ഒരു മുറിയായിരുന്നേ അത് തൂത്താ മതിയായിരുന്നല്ലോ. കാരണം ഏതിലാ സന്തോഷം? ഇനി ഭക്ഷണം കൂടിയ വല്ല സന്തോഷമുണ്ടോ? ഒരു സന്തോഷവും ഇല്ല. അന്നേരത്തേക്ക് ഒരു സന്തോഷമുണ്ട്. പക്ഷെ യജമാനന്റെ സന്തോഷം എന്ന് പറയുന്നത് ആർക്കും മടുപ്പില്ലാത്ത സന്തോഷം. യജമാനന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ അവിടെ ജയത്തിന്റെ ഘോഷമുണ്ട്, ഉല്ലാസത്തിന്റെ ഘോഷമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടുത്തെ സന്തോഷത്തിനെല്ലാം പരിമിതിയുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ സന്തോഷം കിട്ടി മടുത്ത ആളുകളെന്ന് പറഞ്ഞ്, സന്തോഷത്തിനെല്ലാം പരിമിതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഏത് സ്ഥാനമാണെങ്കിലും പരിമിതിയുണ്ട്. സ്തോത്രം. ആ സ്ഥാനം കഴിയുമ്പോ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ സന്തോഷം പോകും. ഈ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. SI ആയിട്ട് പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് പേടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പലരെ ഇടിച്ചിട്ടുള്ളവരുണ്ട്. നമ്മുടെ അച്ഛൻ അങ്ങനെയൊന്നും ഇടിച്ചിട്ടില്ല കേട്ടോ. അവസാനം ചില ആളുകളെ അറിയാം. പണ്ട് ഞാൻ കേട്ടു, ഒരാളെ റിസൈൻ ചെയ്ത് അഞ്ചപ്പെട്ടി ചെന്നപ്പോ ഇടി കിട്ടിയെന്ന്. അപ്പൊ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ പൊസിഷൻ പോകും, സ്ഥാനം പോകും, കാര്യങ്ങൾ മാറും. സ്തോത്രം. ഇതെല്ലാം മാറും. അതിനൊക്കെ സന്തോഷത്തിനൊരു പരിമിതിയുണ്ട്. സ്തോത്രം. എന്നാൽ യജമാനന്റെ സന്തോഷത്തിന് പരിമിതിയില്ല. അത് യുഗായുഗമായി സന്തോഷിക്കാനുള്ളതാണ്. കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത. രണ്ടാമത്തവനോടും അങ്ങനെ പറഞ്ഞു. ഒന്ന് താലന്ത് ലഭിച്ചവൻ, ആ ഭാഗം വായിച്ച്, ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, ഒരു താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു. യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്ത് കണ്ടോ? ഇവന്റെ പണി എന്നാ ചോദിച്ചാൽ കുറ്റം പറയുന്ന ഇവൻ പറയാ, യജമാനനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവര്, ഹല്ലേലൂയ, ദൈവത്തെ കുറ്റം പറയുന്നവര്, ദൈവം എനിക്ക് ഈ ജീവിതം എന്തിനു തന്നു എന്ന് പറയുന്നവര്. സ്തോത്രം. ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്തിനാ ഈ ജീവിതം എനിക്ക് തന്നതെന്ന്. ഇവിടെ ദൈവം നിനക്ക് ജീവിതം തന്നത് നന്നായി ജീവിക്കാനാ. നിന്റെ കയ്യിൽ ഇരിപ്പ് കൊണ്ടാ പലതും പാഴായി പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ.
ദൈവത്തെ കുറ്റപ്പെടുക. ദൈവത്തെ ഒരിക്കലും ദൈവത്തെ കുറ്റം പറയരുത് കേട്ടോ. ഹല്ലേലൂയ. അറിഞ്ഞും അറിയാതെയും പോലും ഏതെങ്കിലും ഒരു സാഹചര്യമോ വേദനയോ എന്നിട്ട് ജീവിതത്തിൽ വന്നാൽ ദൈവത്തെ നീ കുറ്റം പറയരുത്. ദൈവം എന്നെ ശോധന ചെയ്യുന്നതാണ്. ഇയ്യോബ് പറഞ്ഞ പോലെ അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഇയ്യോബിനെ പോലെ നമുക്ക് പറയാൻ കഴിയണം. ചില ശോധന ദൈവം നമ്മൾ പൊന്നുപോലെ പുറത്തു വരാൻ വേണ്ടിയാ. അതറിയണം. ചില കാര്യങ്ങൾ നമ്മളെ ദൈവം പഠിപ്പിക്കുക. ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവം ചിലത് പഠിപ്പിച്ച് നിന്നെ പൊന്നുപോലെയാക്കാനാ. ഹല്ലേലൂയ. പൊന്നുപോലെയാക്കാനാ. ഞാൻ ഒത്തിരി ടെൻഷനുള്ള ആളായിരുന്നു, ഒത്തിരി വ്യാകുലപ്പെടുമായിരുന്നു, ഒത്തിരി ഇതായിരുമായിരുന്നു. ഈ നാളുകളിൽ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. പഠിച്ച മനസ്സിലായി ഞാൻ എന്ത് വ്യാകുലപ്പെട്ടിട്ടും കാര്യമില്ലെന്ന്. ഹല്ലേലൂയ. ഈ ചില ആളുകൾ തമാശയായിട്ട് പറയാറുണ്ട്, ഡൽഹിയിൽ നിന്ന് ഒരാള് തിരുവനന്തപുരത്തോട്ട് പോയി, അത്യാവശ്യമാണ്, വീട്ടിൽ കൊച്ചിന് സുഖമില്ലാതെ, ഒരു കഥ പോലെ തിരുവനന്തപുരത്തോട്ട് പോരുക. അദ്ദേഹം ഈ ട്രെയിനകത്ത് ഈ അണ്ടർസൈഡ് ബോഗി അല്ലാത്ത ബോഗിക്കകത്തൂടെ എല്ലാം അകത്തൂടെ ഇട്ടോടെ നടക്കാം. ഇവന് ടെൻഷൻ കയറിയിട്ട് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി ഇവൻ ഈ ബോഗിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചെല്ലുവോ? തിരുവനന്തപുരത്ത് ആ ട്രെയിനിന്റെ ഒരു ഷെഡ്യൂൾ ടൈമുണ്ട്. നമ്മൾ പലരും ഈ ട്രെയിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക കേട്ടോ. ഡൽഹിയിൽ നിന്ന് കയറിയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അല്ലാതെ ഒരു കാര്യവുമില്ല. ഇത് ചെല്ലന്റെ സമയത്ത് ഇതിനെ നിർമ്മിച്ച ഒരുവനുണ്ട്. ആ ചെല്ലന്റെ സമയത്ത് എത്തുന്ന നീ ഇവിടെ കിടന്ന് വ്യാകുലപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ചില പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട് ആ കർത്താക്കന്മാരോട്, എന്തിനാ മനുഷ്യ ഇങ്ങനെ ജീവിക്കുന്നെന്ന്. ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പോയി മരിച്ചുകൂടെ ഇയ്യോബിനോട് പോലെ പറയുന്ന ആളുകളും ഉണ്ട്. ഇതുകൊണ്ട് ഒന്നും ഒരു ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ടെൻഷൻ എല്ലാം ഒന്ന് മാറണം. തക്ക സമയത്ത് ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്തോളും. നമ്മൾ ഡൽഹിയിലെ ട്രെയിനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാകുലപ്പെട്ട് ഓടിയിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവം എങ്ങനെ ആകണമെന്ന് ദൈവം സർവശക്തനായും തീരുമാനിച്ചിട്ടുണ്ട്. അത് നടക്കത്തുള്ളൂ. അടുത്ത വായിച്ച മോളെ. സ്തോത്രം. വേഗം വായിച്ച് അവസാനിപ്പിച്ചേ. കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ 5 നേടിയവന് തിരിഞ്ഞു നോക്കിയാൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ 5 കൂടെ നേടിയത് അവന് കാണാനുണ്ട്. 2 നേടിയവന് തിരിഞ്ഞു നോക്കിയാൽ ചില സന്തോഷമുണ്ട്. 2 കൂടെ ഞാൻ നേടിയല്ലോ എന്ന്. ഈ 1 നേടിയവന് തിരിഞ്ഞു നോക്കിയാൽ ഉടയവൻ വന്നപ്പോ എടുത്ത് 1 നേടിയവൻ തിരിഞ്ഞു നോക്കിയാൽ എന്തോ ഉണ്ട്? വലിയൊരു കുഴിയുണ്ട്. വലിയൊരു കുഴിയുണ്ട് അവൻ എടുത്തത്. അല്ലാതെ അവനൊന്നും പറയാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നീ കഠിന മനുഷ്യനെന്ന് കണ്ട് ഞാൻ കുഴിച്ചിട്ടു. അടുത്തത് നിന്റേത് ഇതാ എടുത്തുകൊള്ളുക. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് അവൻ യജമാനൻ ഉത്തരം പറയുന്നത് കേട്ടോ. ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തയിടത്ത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് വിളിയാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നാന്നോ ദുഷ്ടനും മടിയനുമായ ദാസനെ നാന്നോ വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് പകലിൽ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം പോകാൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരിക്കലും നമ്മൾ ദുഷ്ടനും മടിയനുമാണെന്ന് പറയുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തമായ കാര്യങ്ങള് എല്ലാം നമ്മളൊന്ന് ഉപേക്ഷിക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കുന്നതാണ് നമുക്ക് പ്രതിഫലം. ഹല്ലേലൂയ. ദുഷ്ടനും മടിയനും എന്ന് കേൾക്കുന്നതല്ല കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നീ ഇതൊന്നും നിനക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള ധൈര്യമില്ല, നിനക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നീ ഈ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്ന് വെച്ചാൽ, സ്തോത്രം, ബാങ്കിലിട്ടിരുന്നേ ബാങ്ക് പലിശയെങ്കിലും മേടിക്കാമായിരുന്നു. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാ. ബാങ്കിലിട്ടിരുന്നേ ബാങ്ക് പലിശയെങ്കിലും മേടിക്കാമായിരുന്നു, ഞാനത് വാങ്ങിക്കാമായിരുന്നു. വേറൊരു പഠിപ്പീരുണ്ട്, നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, സ്തോത്രം, നിനക്ക് ദൈവവചനം അറിയിക്കാൻ പറ്റില്ല എങ്കിൽ നീ ബൈബിൾ സൊസൈറ്റിക്ക് ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രയോജനമാണ്. നീ ചെയ്യത്തില്ല. അപ്പോ ബൈബിൾ സൊസൈറ്റി പല ഭാഷയിൽ ബൈബിൾ അടിച്ചിറക്കുന്നുണ്ട്. അപ്പൊ നീ അതെന്ത് ചെയ്തു? നീ അത് വ്യാപാരം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. പൊൻവാണിഭക്കാരെ, ഇത് വ്യാപാരം ചെയ്യുന്ന ആളുകളുണ്ട്. പരസ്യവും നടക്കുന്ന ആളുകൾക്ക് ഒരു വണ്ടി പെട്രോൾ നീ അടിച്ചു കൊടുത്താൽ അതൊരു വ്യാപാരമാണ്. നിനക്ക് പറ്റത്തില്ലെങ്കിൽ അത് നീ ചെയ്താൽ, സ്തോത്രം, അതൊരു വ്യാപാരമാണ്. അതാ പൊൻവാണിഭക്കാരെന്ന് പറയുന്നത്. ദൈവവേല ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, സ്തോത്രം, അത് പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കുക. അവൻ പലിശയോടുകൂടി വന്ന് വാങ്ങുമെന്ന്. ഇതിലും കൂടുതൽ എന്ത് മർമ്മമാണ് നിങ്ങൾക്ക് അറിയേണ്ട താലത്തിനെ കുറിച്ച്? നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച്, നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ താലന്തുകൾ ഉപയോഗിക്കുന്നുണ്ട്.
താലന്തുകൾ കുഴിച്ചിടുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് പറ്റുന്നത് ഇന്ന് പല മാധ്യമങ്ങളുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ആ കാര്യം ചെയ്യണം. നമ്മളുമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാ. ആകയാൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ,